സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കായത്. കാരണം അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമല്ലേ. സോ അറ്റൻഷൻ എന്താണ്, വാട്ട് ഈസ് അറ്റൻഷൻ, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ കാണും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ കാണാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റൻഷൻ, അതായത് രണ്ട് തരം ഫാക്ടേഴ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇൻഅറ്റൻഷൻ എന്താണ്, ഡിസ്ട്രാക്ഷൻ എന്താണ്, പിന്നെ അറ്റൻഷൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് അറ്റൻഷൻ, അല്ലെങ്കിൽ പവർ ഓഫ് അറ്റൻഷൻ എന്താണ്? Attention is the ability to focus our mental resources on a specific stimulus or task, blocking out distractions. അതായത് നമുക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലേ. അതിൽ ഒരു കാര്യത്തിലോട്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിമുലസിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരു മെന്റൽ എബിലിറ്റിയാണ് അല്ലേ. മെന്റൽ എബിലിറ്റി ആണ്. എന്തിനായിട്ടാണ്? ഒരു സ്പെസിഫിക് സ്റ്റിമുലസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബാക്കിയെല്ലാം ചുറ്റും നടക്കുന്നത് ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് സ്പെസിഫിക് സ്റ്റിമുലസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. ആസ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് നോട്ടഡ്, എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് പറഞ്ഞിരിക്കുന്നത്? അറ്റൻഷൻ ഈസ് ദ ടേക്കിംഗ് പൊസഷൻ ഓഫ് ദ മൈൻഡ് ഇൻ ക്ലിയർ ആൻഡ് വിവിഡ് ഫോം of one out of what seems several simultaneously possible objects or train of thoughts. അതായത് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പോസിബിൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തോട്ട്സ് ഉണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, മൈൻഡ് ഒരു പെർട്ടിക്കുലർ തോട്ടിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം അറ്റൻഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം, മൈൻഡിനെ നമ്മൾ ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം കോട്സ് അറ്റൻഷനെ കുറിച്ച്. ബാക്കി സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഒന്ന് ഫസ്റ്റ് നോക്കുന്നത് ക്വിൽപ്പ് പറഞ്ഞിരിക്കുന്നതാണ്. ക്വിൽപ്പ് അറ്റൻഷനെ കുറിച്ച് പറയുന്നത് അറ്റൻഷൻ കോൺഷ്യസ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, അറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ റോസിന്റെ ഡെഫിനേഷൻ എന്താണ്? അറ്റൻഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഓബ്ജെക്ട് ഓർ തോട്ട് ക്ലിയർലി ബിഫോർ ദ മൈൻഡ്. അതായത് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ചിന്തയെയോ നമ്മൾ എന്താ പറയാ, നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് മാത്രമായിട്ട് നമ്മൾ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. ഡംവിൽ പറയുന്നത് എന്താണ്? അറ്റൻഷൻ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് upon one subject rather than upon another. അതായത് പല സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിന്നും ഒന്നിലേക്ക് നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. വാലന്റൈൻ്റെ ഡെഫിനിഷൻ നോക്കാം. അറ്റൻഷൻ is not a fault of mind, it rather describes an attitude or an activity of mind. അപ്പൊ അറ്റൻഷൻ എന്ന് പറയുന്നത് മൈൻഡിന്റെ ഒരു ഫോൾട്ട് അല്ല. അതെന്താണ്? അതൊരു ആറ്റിറ്റ്യൂഡാണ്, മൈൻഡിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, RN ശർമ്മ, അറ്റൻഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറ്റൻഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് വിച്ച് കമ്പൽസ് ദ ഇൻഡിവിജ്വൽ ടു സെലക്ട് സം പെർട്ടിക്കുലർ സ്റ്റിമുലസ് അക്കോർഡിംഗ് ടു ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഔട്ട് ഓഫ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റിമുലൈ present in the environment. അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്? അറ്റൻഷൻ is a process അല്ലേ, അതൊരു പ്രോസസ് ആണ്. ആ പ്രോസസ് എന്ത് ചെയ്യുന്നു? നമുക്ക് ചുറ്റും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റിമുലൈസ് പ്രസന്റ് ഉണ്ട് അല്ലേ. നമുക്ക് ചുറ്റും മൾട്ടിപ്പിൾ ആയിട്ട് സ്റ്റിമുലൈസ് ഉണ്ട്. അതിൽ നിന്നും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ആറ്റിറ്റ്യൂഡും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റിമുലസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അറ്റൻഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അറ്റൻഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് വിച്ച് കമ്പൽസ് ദ ഇൻഡിവിജ്വൽ ടു സെലക്ട് സം പെർട്ടിക്കുലർ സ്റ്റിമുലസ് അക്കോർഡിംഗ് ടു ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഔട്ട് ഓഫ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റിമുലൈ പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ്. പിന്നെ വേറെയും കുറെ ഡെഫിനിഷൻസ് ഉണ്ട് അറ്റൻഷന്. അതിൽ ജീൻ പേജിന്റെ ഡെഫിനിഷൻ നോക്കാം. അറ്റൻഷൻ ഈസ് ദ കീ ടു ലേണിംഗ് ആൻഡ് മെമ്മറി. നമ്മുടെ ലേണിംഗ് ആൻഡ് മെമ്മറി എന്നതിന്റെ കീ പ്രോസസ് എന്താണ്, ഒരു കീ ഫാക്ടർ എന്താണ്, നമ്മൾ അതിൽ എത്ര അറ്റൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്. അറ്റൻഷൻ ഇൻവോൾവ്സ് ബോത്ത് പെർസെപ്ച്വൽ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ് എന്ന് പറയുന്നുണ്ട്. ആൽബർട്ട് ബന്ദൂറ ആൻഡ് ഡാനിയൽ പറയുന്നത് അറ്റൻഷൻ ഇസ് എ സ്കേഴ്സ് റിസോഴ്സ്, സോ വി മസ്റ്റ് ബി സെലക്റ്റീവ് ഇൻ വേർ വി ഫോക്കസ് ഇറ്റ്. അതായത് അറ്റൻഷൻ വളരെ എന്താ പറയുക, സെലക്റ്റീവ് ആയിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു റിസോഴ്സ് ആണെന്നാണ് ഡാനിയൽ പറയുന്നത്.